ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ തായ്ലൻഡ് വ്ളോഗ്. ഇന്ന് നമ്മളുള്ളത് ബാങ്കോക്കിലാണ്. ബാങ്കോക്കിലെ ഫസ്റ്റ് ഡേ ആണിന്ന്. നമ്മൾ ആദ്യം വന്നത് ആൻഷ്യൻ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാങ്കോക്ക് നമ്മുടെ റൂമിലേക്ക് എത്തിയത്. റൂമിൽ നിന്നിട്ട് കുറച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയായിരുന്നു. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനും നമ്മൾ എത്തിയപ്പോൾ തന്നെ നല്ല ഡിലേ ആയിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ റൂമിലെത്തിയത്. സോ എല്ലാവർക്കും തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സ്ട്രീറ്റ് ഫുഡെല്ലാം കഴിച്ച് മടുത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അങ്ങനെ മാപ്പിൽ നോക്കി അത്യാവശ്യം നിയർ ബൈ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ അല്ല, നമ്മൾ നോർത്ത് ഇന്ത്യൻ മോഡലിലുള്ള ഒരു ഫുഡായിരുന്നു അത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ഒരു ഹൈദരാബാദി ബിരിയാണി, പിന്നെ നാൻ, പറാത്ത, ചിക്കൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിതാ കുറച്ച് വെള്ളവും നാരങ്ങയും ഒരു ഒണിയനൊക്കെ അവർ കഴിക്കാൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് ഉണ്ടാക്കി, ഒന്ന് റീഫ്രഷിങ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവരോടൊക്കെ ലൈം ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരു സാൾട്ടൊക്കെ ഇട്ട് ഒരു ലൈം ജ്യൂസ് അങ്ങോട്ട് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ എന്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചാലും നമുക്ക് കിട്ടില്ല. സോ ഞാൻ തന്നെ ആ ലൈമും ആ ഉപ്പും ആ വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു നല്ല അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അത് കുടിച്ചപ്പോൾ കിട്ടിയ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയായിരുന്നു. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും കുറച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ബിരിയാണിയും നാനും എല്ലാം അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളത് ഈ തായ് മസാജ് ചെയ്യാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ലെഗൊക്കെ നന്നായിട്ട് പെയിൻഫുള്ളായിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഡേ ആയിപ്പോയി തായ് മസാജ് ഒന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാവരും തായ് മസാജ് ചെയ്യാൻ ഇരിക്കുവാണ്. അനിയൻ കുഞ്ഞൻ മാത്രം ഇരുന്നില്ല. അവനിപ്പോൾ ചെയ്യുന്നില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മാറിയിരുന്നായിരുന്നു. ബാക്കി നമ്മളെല്ലാവരും മസാജ് ചെയ്യാനിരുന്നു. ഫുഡ് മസാജാണ് നമ്മൾ എടുത്ത പാക്കേജ്. അപ്പോൾ ഫുൾ ബോഡി മസാജ് ഉണ്ട്, അങ്ങനെ പല പാക്കേജസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മസാജ് ചെയ്യാൻ ഞാൻ ഇരുന്നപ്പോൾ നല്ല സുഖമായിരിക്കും, നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവർ മസാജ് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി പെയിൻഫുള്ളായിരുന്നു. കാരണം അവരുടെ മസാജിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നെർവൊക്കെ നന്നായിട്ട് പ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരു മസാജായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല പെയിൻഫുള്ളുണ്ടായിരുന്നു. ചില സമയത്ത് നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ അവരെന്തോ ഒരു ഓയിൽ ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് മസാജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാജ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം, തായ് മസാജ് എന്താണെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലൊരു കംഫർട്ട് കിട്ടിയായിരുന്നു. പിന്നെ അവരൊരു ചെറുതായിട്ടൊരു ഹെഡ് മസാജും പിന്നെ ഒരു ഷോൾഡർ മസാജും ചെയ്ത് തരുന്നുണ്ട്. ഹെഡ് മസാജ് ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഹെഡ് മസാജായിരുന്നു. അങ്ങനെ ഷോൾഡർ മസാജ് ഇത്തിരി പെയിൻഫുള്ളായിരുന്നു. ഇത്തിരിയല്ല, നല്ല രീതിയിൽ തന്നെ പെയിൻഫുള്ളായിരുന്നു. അങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്ട്രീറ്റ് ഫുഡിലേക്ക് പോയി. സ്ട്രീറ്റ് ഫുഡിൽ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ്, മുതലയുടെ ഉടുപ്പെല്ലാം മൂരിയിട്ട് ഈ അവസ്ഥയിലിരിക്കുകയായിരുന്നു മുതലക്കുട്ടൻ. മുതലേനെ ആവശ്യാനുസരണം അവർ ചെത്തിയെടുത്ത് ഗ്രില്ല് ചെയ്ത് കൊടുക്കുമായിരുന്നു ഫ്രഷായിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനല്ല വന്നത്, മാർക്കറ്റ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കട്ട് ഫ്രൂട്ട്സ് നമ്മൾ എന്തായാലും മിസ്സാക്കിയില്ല. തായ്ലൻഡിൽ വന്നേ പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചിരുന്നു. കട്ട് ഫ്രൂട്ട്സും പിന്നെ ഫ്രഷ് ജ്യൂസും. ഇവിടെ വന്നാൽ നമ്മൾ മസ്റ്റായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിനും ഇതാണ് ബെസ്റ്റ്. പിന്നെ അവിടുത്തെ കരിക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റീഫ്രഷിംഗ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള ആ കരിക്കൊക്കെ കുടിക്കുമ്പോൾ. കരിക്ക് മാത്രമല്ല, അതിൻ്റെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇവിടുത്തെ മാർക്കറ്റ് വേറൊരു വൈബാണ്. ഞങ്ങൾ ഫുക്കറ്റിൽ മാർക്കറ്റിൽ പോയെങ്കിലും അതിനേലും കുറച്ചും കൂടി കൂടുതലാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ ഫുക്കറ്റ് മാർക്കറ്റിൻ്റെ അത്രയും വരില്ല, അത്രയ്ക്കും ഇതില്ല. പക്ഷെ എന്നാലും
വൈബ് ഇവിടെയാണ് ഇത്തിരി കൂടുതലെന്ന് എനിക്ക് തോന്നിയായിരുന്നു നൈറ്റായപ്പോൾ. പബ്ബുകളെല്ലാം ഫുൾ ഓണാണ്, എല്ലാവരും ഫുള്ളി ഓണാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ ചക്ക ട്രൈ ചെയ്തായിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 2ാമത്തെ തവണയാണ് ചക്ക കഴിക്കുന്നത്. ചക്കയും അവിടെ നല്ലൊരു അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളതേ കുറച്ച് ഫ്രഷ് ജ്യൂസസ് കുടിച്ചായിരുന്നു. ഇത് വന്നിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ അതെ ഫ്രഷ് ജ്യൂസായിരുന്നു. ഇത്തിരി പുളിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു, നല്ല റീഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ് ദൂര്യൻ. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ദൂര്യൻ കഴിക്കണം എന്ന് പറഞ്ഞതാണ്. കഴിച്ചതോടുകൂടി എനിക്ക് മതിയായി. എന്തോ ഒരു വൃത്തികെട്ട ഒരു ടേസ്റ്റായിരുന്നു ആ സാധനത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ സ്മെല്ലാണെങ്കിലും ഒരു ഇറിറ്റേറ്റഡ് സ്മെല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽസിലെല്ലാം അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ചെറുത് വാങ്ങിയുള്ളൂ. പക്ഷെ അത് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇതിന് കുറേ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തതാണ് ഈ സാധനം. പിന്നെ എനിക്ക് ഒരിക്കലും ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ച ഒരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും ഒരു ഫ്രഷ് മാംഗോ ജ്യൂസ് അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അതെല്ലാം കുടിച്ച് ഒന്ന് ആശ്വാസമായിട്ട് ഞങ്ങൾ പിന്നെയും നടക്കുകയാണ്. പിന്നെ നടന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അവിടെ വണ്ടിനെയും നമ്മുടെ എന്താ പറയുക പുൽച്ചാടി, തേള്, ചെറിയ പാമ്പ്, പഴുതാര എന്ന് വേണ്ട അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്നു. സ്പൈഡറിനെയൊക്കെ കണ്ടോ? കാണുമ്പോൾ തന്നെ എന്തോ പോലെയായിരുന്നു. ഇവരെന്തോ ചിപ്സ് പോലെ കറുമുറു തിന്നുന്ന രീതിയിലാണ് ഫ്രൈ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇവർ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ അവിടെ തരില്ല. നമ്മളൊരു 10 ബാത്ത് കൊടുത്താലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളതെല്ലാം പേ ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷെ ആരും തന്നെ ആ സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കുന്നത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇനി എന്താ ഇങ്ങനെ ഷോക്ക് വെച്ചേക്കുന്നതാണോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ അതറിയില്ല. ആരും കഴിക്കുന്നതായിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് അവിടുത്തെ ഒരു ചൈന ടൗണിലേക്ക് പോയി. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ലേറ്റായിരുന്നു. അപ്പോൾ ഓൾറെഡി 2 AM ആയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റൊക്കെ അവർ ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് വന്നു. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 3 മണി, വെളുപ്പിന് 3 മണിയൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം നമുക്ക് സഫാരി വേൾഡ് കാണാൻ പോകണം. സോ അപ്പം നമ്മൾ മോർണിംഗ് 9 o'clock തന്നെ റെഡി ആയി നിൽക്കണം എന്നാണ് നമ്മുടെ ഏജൻസിയുടെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. സോ പിന്നെ ഇനി ഒരു പരിപാടിയില്ല. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഫുള്ളി ടയേർഡാണ്. സോ വി ക്യാൻ വാച്ച് ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.